ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ശ്രുതി അശ്വിൻ്റെ അടുത്തേക്ക് അശ്വിൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ എടുത്തിട്ട് പോകുന്നുണ്ട്. അശ്വിൻ്റെ അച്ഛമ്മയുടെ പെട്ടിയിൽ നിന്ന് കിട്ടിയ ഫോട്ടോ ആണ് അവൾക്ക്. ശംഖ് തിരയാൻ പോയപ്പോൾ അവൾക്ക് കിട്ടിയ ഫോട്ടോ ആണ് അവളുടെ കയ്യിലുള്ളത്. പിന്നെ ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട്, ഇവിടെ അടുത്തൊരു ക്ലബ്ബാരോ നാളെ ബേബി കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്, അതിൽ ഞാനൊരു ഫോട്ടോ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരാ അതിന് കുട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അവളുടെ കയ്യത്തെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ അത് കാണുമ്പോൾ വല്ലാത്ത നാണക്കേട് തോന്നുന്നുണ്ട്. അപ്പോൾ വേഗം അശ്വിൻ ഓടിപ്പോയി അവളുടെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ പറിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും പിടി വലിയൊക്കെ കൂടുതൽ അവസാനം പിടിച്ചെളിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട്, നമുക്ക് ആചാരങ്ങളൊക്കെ ഒന്ന് റിവേഴ്സ് മോഡിലാക്കിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് റിവേഴ്സ് മോഡിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്, പിന്നെ ആചാരപൂർവ്വമുള്ള കല്യാണം ഒക്കെ റിവേഴ്സ് മോഡിലാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആകെ ശ്രുതിക്ക് നാണക്കേടാവുന്നുണ്ട്. എന്തായാലും അശ്വിൻ പറയുന്നുണ്ട്, നാളെയാണ് നമ്മളുടെ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് ആകെ വിഷമമുണ്ട്. കേൾക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് വല്ലാത്ത ടെൻഷനാവുന്നുണ്ട്. എന്തായാലും അവൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ചേച്ചിയോട് പോയി പറയുന്നുണ്ട്, ചേച്ചി ഈ കല്യാണം കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് നൈറ്റാണോ ഉണ്ടാവുക അതോ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടാണോ കല്യാണം ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കേണ്ടത്. എന്തോ ഒരു ബോധമില്ലാത്ത പോലെ ചോദിക്കേണ്ടത്. ആ സമയത്ത് പ്രീതി ശ്രുതിയോട് ചോദിക്കേണ്ടത്, എന്താ നീ പറഞ്ഞേ, എനിക്ക് മനസ്സിലായില്ല, എന്താ നീ പറഞ്ഞതെന്നൊക്കെ ചോദിക്കേണ്ടത്. അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലായി അവൾ എന്തോ ചേച്ചിയോട് ചോദിക്കാൻ പാടാതെ ചോദിച്ചു എന്നൊക്കെ മനസ്സിലായത്. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.